ഹായ് മക്കളെ, എല്ലാവർക്കും സുഖം തന്നെയല്ലടാ. 20-ാം തീയതിയാണ് നമ്മളേവരും ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന നമ്മുടെ +1 ഫിസിക്സിന്റെ മോഡൽ എക്സാം. സോ നിങ്ങൾ എല്ലാവരും ഗംഭീരമായി തന്നെ പഠിക്കുന്നുണ്ട് എന്ന കാര്യം എനിക്ക് ഉറപ്പാണ്. ഇന്നലെയായിരുന്നു നമ്മുടെ +2 ഫിസിക്സിന്റെ മോഡൽ എക്സാം. സൈലം പറഞ്ഞ ചോദ്യങ്ങൾക്കപ്പുറം ഒരു ചോദ്യം പോലും അവർക്ക് ചോദ്യ പേപ്പറിൽ കാണാൻ സാധിച്ചില്ല. അതിന്റെ വീഡിയോ ഒക്കെ നിങ്ങൾക്ക് നമ്മുടെ +2 യൂട്യൂബ് ചാനലിനകത്ത് കാണാൻ വേണ്ടി സാധിക്കും. നമ്മൾ പറഞ്ഞ ചോദ്യങ്ങൾ വാല്യൂസ് പോലും മാറാതെ ന്യൂമറിക്കൽസ് അതേപടിയായിരുന്നു +2വിന്റെ ചോദ്യ പേപ്പറിൽ ഉണ്ടായിരുന്നത്. അതേ കാര്യം +1ലും ആവർത്തിക്കാൻ പോവുകയാണ് മക്കളെ. സൈലം പറഞ്ഞതേ വരത്തുള്ളൂ, സൈലം പറഞ്ഞതേ വന്നിട്ടുള്ളൂ. സോ ഗൈസ്, സൈലത്തിനെ ട്രസ്റ്റ് ചെയ്യുക, നമ്മുടെ പ്ലാനിനെ ട്രസ്റ്റ് ചെയ്യുക. സോ ഇന്ന് രാത്രി കൃത്യം 7 മണിക്ക് 100 മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസുമായിട്ട് ഞാനും ജസീൽ അണ്ണനും വരുന്നുണ്ട് നമ്മുടെ സ്വന്തം യൂട്യൂബ് ചാനലിലാണ്. സോ ഇന്ന് നമുക്ക് ഗംഭീരമായിട്ട് മുഴുവൻ ചാപ്റ്റേഴ്സും ഏറ്റവും പ്രധാനപ്പെട്ട 100 ചോദ്യങ്ങളാണ് എണ്ണി 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 നിങ്ങളെ പഠിപ്പിക്കാൻ പോകുന്നത്. നമ്മൾ അവിടെ നിർത്തുന്നില്ല. നാളെ നമുക്ക് സൂപ്പർ 60 ഉണ്ട്. എക്സാമിന് രാവിലെ നമുക്ക് ബൂസ്റ്റർ കൂടിയുണ്ട്. സോ ഈ പറയുന്ന 3 ലൈവുകളും കൃത്യമായിട്ട് ഫോളോ ചെയ്യാൻ നിങ്ങൾ തയ്യാറാണോ? വേറെ ഒന്നും ഞാൻ ചോദിക്കുന്നില്ല. ആസ് എ ബ്രദർ ഞാൻ ചോദിക്കുകയാണ്, ഈ 3 ലൈവുകൾ 100 മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ്, സൂപ്പർ 60, അതുപോലെ തന്നെ ബൂസ്റ്റർ, ഇവ 3ഉം ഫോളോ ചെയ്യാൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ, ഇവ 3ലും പഠിപ്പിക്കുന്ന ചോദ്യങ്ങൾ പഠിക്കാൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ, പിന്നെ നിങ്ങൾ ജസ്റ്റ് പാസ് ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥി പോലും എക്സാം ഹാളിൽ നിന്ന് പുറത്തു വരുമ്പോൾ എനിക്ക് മുഴുവൻ മാർക്കും അടിച്ചെടുക്കാൻ സാധിച്ചു, ഞാൻ ഫുൾ മാർക്ക് നേടിയെടുക്കും എന്ന കോൺഫിഡൻസിലായിരിക്കും നിങ്ങൾ എല്ലാവരും എക്സാം ഹാളിൽ നിന്ന് പുറത്തു വരാൻ പോകുന്നത്. അത് എൻ്റെ ഒരു കോൺഫിഡൻസ് അല്ല, എൻ്റെ ഒരു അഹങ്കാരമാണെന്ന് തന്നെ നിങ്ങൾ കരുതിക്കോ മക്കളെ. കാരണം അത്രത്തോളം കിണ്ണം കാച്ചിയ കിടിലൻ ക്വസ്റ്റ്യൻസ് തന്നെയാണ് ഓരോ ലൈവിലും നിങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ കാത്തുവച്ചിരിക്കുന്നത്. ഗംഭീരമായി പഠിക്കുക. സൈലം കൂടെയുണ്ട്, ഞങ്ങൾ കൂടെയുണ്ട് മക്കളെ, ടെൻഷൻ ഒന്നും വേണ്ട. സോ ഈ വീഡിയോയ്ക്കകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട 20 ചോദ്യങ്ങളാണ് ഡീൽ ചെയ്യാൻ പോകുന്നത്. പല കുട്ടികളും വിചാരിച്ചു വെച്ചിരിക്കുന്ന ഒരു കാര്യം, ക്രിസ്മസ് എക്സാമിന് ചോദിച്ച ചോദ്യങ്ങൾ മോഡൽ എക്സാമിന് ചോദിക്കാൻ സാധ്യതയില്ല, അല്ലെങ്കിൽ ഒട്ടും സാധ്യത കുറവാണ് എന്ന കാര്യം പലരും വിചാരിച്ചു വെച്ചിട്ടുണ്ട്. അങ്ങനെയല്ല. ഇന്നലെ +2വിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾ നോക്കുകയാണെങ്കിൽ ക്രിസ്മസ് എക്സാമിന് ചോദിച്ച ചോദ്യങ്ങൾ മോഡൽ എക്സാമിന് ചോദിച്ചിട്ടുണ്ട്. മെയിൻലി ഡെറിവേഷൻസ് ചോദിച്ചിട്ടുണ്ട്. പക്ഷെ എല്ലാം അതുപോലെ ഡിക്റ്റോ ആണെന്നല്ല, ചില ഡെറിവേഷൻസ് ഒക്കെ ചോദിക്കാറുണ്ട്. സോ കംപ്ലീറ്റ്ലി ക്രിസ്മസ് എക്സാമിന് ചോദിച്ച ചോദ്യങ്ങളെല്ലാം എലിമിനേറ്റ് ചെയ്തിട്ട് ബാക്കിയുള്ളവ പഠിക്കുക എന്നുള്ളത് മണ്ടത്തരമാണ്. അങ്ങനെ ആരും തന്നെ ചെയ്യരുത്. മറിച്ച് ആ ചോദ്യങ്ങളും പഠിക്കണം. അതിന് പുറമെ പുതിയ ചോദ്യങ്ങൾ കൂടുതലായിട്ട് പ്രാക്ടീസ് ചെയ്യണം. റൈറ്റ്. സോ ഗൈസ്, ഏറ്റവും പ്രധാനപ്പെട്ട 20 ചോദ്യങ്ങളിലോട്ട് കിടക്കുന്നു. എല്ലാ ചാപ്റ്റേഴ്സിനും ക്വസ്റ്റ്യൻസ് ഞാൻ പിക്ക് ചെയ്തിട്ടുണ്ട്. സോ ഏറ്റവും പ്രധാനപ്പെട്ട 20 മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ്, 45 മാർക്കാണ് ഞാൻ അഷ്വർ ചെയ്യുന്നത് മക്കളെ. ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ്, പഠിച്ചെടുക്കണം. വട മക്കളെ തുടങ്ങാം. സോ ഒന്നാമത്തെ ചാപ്റ്റർ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, നമ്മുടെ സ്വന്തം യൂണിറ്റ്സ് ആൻഡ് മെഷർമെന്റ്സ്. അതിൽ നിന്ന് ഏറ്റവും കൂടുതൽ പോസിബിലിറ്റി ഞാൻ കരുതുന്നത്, പേഴ്സണലി ഞാൻ കരുതുന്നത് ഡയമെൻഷണൽ കറക്റ്റ്നെസ് തന്നെയാണ്. എൻ്റെ മനസ്സ് പറയുന്നു ഡയമെൻഷണൽ കറക്റ്റ്നെസ് ഓറിയന്റഡ് ആയ ഒരു ചോദ്യം ഉണ്ടായിരിക്കും. 2 മാർക്കാണ് അത്തരം ചോദ്യങ്ങളുടെ വെയിറ്റേജ് എന്ന് പറയുന്നത്. സോ ഞാൻ നിങ്ങൾക്ക് കുറച്ച് എക്സാമ്പിളുകൾ നൽകിയിട്ടുണ്ട്. ഇതിൽ ഞാൻ ഏറ്റവും കൂടുതൽ പോസിബിലിറ്റി കൽപ്പിക്കുന്നത് ½ MB² = MGH തന്നെയാണ്. ഇത് വരാനാണ് ഏറ്റവും കൂടുതൽ സാധ്യത ഞാൻ കൽപ്പിക്കുന്നത്. സോ ഇതിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുക. പക്ഷേ ബാക്കി എല്ലാം നിങ്ങൾ പഠിച്ചു വയ്ക്കുക. ഈ പറയുന്ന ലിസ്റ്റിൽ ഇല്ലാത്ത ഒരു ഡയമെൻഷൻ അല്ലെങ്കിൽ ഒരു ഇക്വേഷൻ നൽകിയിട്ട് ഡയമെൻഷണൽ കറക്റ്റ്നെസ് ചെക്ക് ചെയ്യാൻ പറഞ്ഞാലും അനിയന്മാരെ അനിയത്തിമാരെ നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കണം. ആ രീതിയിൽ നിങ്ങളെ ഞങ്ങൾ മോൾഡ് ചെയ്തെടുക്കാൻ പോവാണ്. ഇന്നത്തെ ലൈവിലാണെങ്കിലും ഇനഫ് ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് വേണ്ടി കാത്തിരിപ്പുണ്ടാവും. കൂളായിരിക്കുക, ടെൻഷനൊന്നും വേണ്ട. റൈറ്റ്, സെറ്റ് അല്ലേ? സോ ½ MB² = MGH ഒരു പൊടിക്ക് ഇമ്പോർട്ടൻസ് നിങ്ങൾ കൂടുതൽ കൊടുക്കുക കേട്ടോ. അടുത്തതിലൂടെ കിടക്കാം. നെക്സ്റ്റ് വൺ, മെയിൻലി നമ്മുടെ സെക്കൻഡ് ചാപ്റ്റർ ആയ മോഷൻ ഇൻ എ സ്ട്രെയിറ്റ് ലൈൻ ഓറിയന്റഡ് ആയിട്ടുള്ളതാണ്. യൂണിഫോം ആക്സിലറേറ്റഡ് മോഷനിൽ നമ്മുടെ ഇക്വേഷൻസ്, കൈനമാറ്റിക് ഇക്വേഷൻസ് ഗ്രാഫിക്കലി ഡിറൈവ് ചെയ്യാൻ എന്തായാലും ചോദിക്കാറുണ്ട്. ഒരു കോംപ്രമൈസും അതിനകത്തില്ല. ഇതിനകത്തുള്ള 2 ഇക്വേഷൻസിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുക. അതാണ് S = UT + ½ AT², V² = U² + VAS. 3ഉം പഠിക്കണം. പക്ഷേ ഇവയ്ക്ക് ഒരു പൊടിക്ക് മുകളിൽ ഇമ്പോർട്ടൻസ് കൊടുക്കുക. ഇതിൽ ഏതെങ്കിലും ഒന്ന് ഉറപ്പായും ഡിറൈവ് ചെയ്യാൻ ചോദിക്കും. അതിന് പുറമെ ഈ ചാപ്റ്ററിൽ നിന്ന് തന്നെ ന്യൂമറിക്കൽസ് ചോദിക്കാം. ന്യൂമറിക്കൽസ് ക്വസ്റ്റ്യൻ, ഗ്രാഫ് ഓറിയന്റഡ് ആയ ന്യൂമറിക്കൽസ് ചോദിക്കാം. സോ ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻസ് കൂടി ഈ ഡെറിവേഷൻ്റെ കൂടെ തന്നെ നിങ്ങൾ ഈ ചാപ്റ്ററിൽ നിന്ന് എക്സ്പെക്ട് ചെയ്യേണ്ടതുണ്ട്. ജസ്റ്റ് ഡെറിവേഷൻ മാത്രം പഠിച്ചത് കൊണ്ട് കാര്യമില്ല. അതിൻ്റെ കൂടെ ഉറപ്പായും നിങ്ങളേവരും ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യണം. അത് കോൺഫിഡൻ്റ് ആയിരിക്കണം. എങ്കിലേ കാര്യമുള്ളൂ. കൃത്യമായിട്ട് എല്ലാവരും അത് പഠിച്ചിരിക്കണം. സെറ്റ് അല്ലേ? ഗംഭീരമായിട്ട് മനസ്സിലായില്ല. അടുത്തതിലോട്ട് കിടക്കാം. അടുത്ത ചാപ്റ്റർ പ്ലെയിൻ ആണ്. പ്ലെയിനിൽ നിന്ന് ഞാൻ ഈ പറഞ്ഞ ടൈം ഓഫ് ഫ്ലൈറ്റ്, മാക്സിമം ഹൈറ്റ്, ഹൊറിസോണ്ടൽ റേഞ്ച്, അതിന് വലിയ പ്രോബബിലിറ്റി ഉണ്ട്, അതിന് വലിയ സാധ്യതയുണ്ട്. ഞാൻ ആ പറയുന്ന പ്രൊജക്ടൈൽ മോഷൻ ഓറിയന്റഡ് ആയ ഡെറിവേഷൻസിന് കൽപ്പിക്കുന്ന അതേ ഇമ്പോർട്ടൻസ്, അതേ പ്രാധാന്യം ഞാൻ കൊടുക്കുന്ന മറ്റൊരു ചോദ്യമാണ് അനലറ്റിക്കൽ മെത്തേഡ് എന്ന് പറയുന്നത്. നിങ്ങൾ പ്രൊജക്ടൈൽ മോഷന്റെ ഡെറിവേഷൻസിന് എത്രത്തോളം ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുവോ അതേ ഇമ്പോർട്ടൻസും അതേ പ്രാധാന്യവും നിങ്ങൾ ആർക്ക് കൂടി കൊടുക്കണം? ഈ പറയുന്ന അനലറ്റിക്കൽ മെത്തേഡിന് കൂടി കൊടുക്കണം.
രണ്ട് വെക്ടേഴ്സ് ഒരു പെർട്ടിക്കുലർ ആംഗിളിൽ ഇൻക്ലൈൻഡ് ആണെങ്കിൽ അവയുടെ റിസൾട്ടന്റിന്റെ മാഗ്നിറ്റ്യൂഡും ഡയറക്ഷനും കണ്ടുപിടിക്കുന്ന തരത്തിലുള്ള അനലറ്റിക്കൽ മെത്തേഡ് ഓറിയന്റഡ് ആയ ചോദ്യങ്ങൾ നമ്മുടെ ചോദ്യ പേപ്പറിൽ നിങ്ങൾ കാണും. ട്രസ്റ്റ് മീ ഗൈസ്, ഉണ്ടായിരിക്കും, നോ ഡൗട്ട്. സെറ്റ്, മുന്നോട്ട് പോവാം. അടുത്തത് പിന്നെ നമ്മുടെ സ്ഥിരം ഡെറിവേഷൻസ് ആണ്. ടൈം ഓഫ് ഫ്ലൈറ്റ്, മാക്സിമം ഹൈറ്റ്, ഹൊറിസോണ്ടൽ റേഞ്ച്. അതിന് പുറമെ ഞാൻ മറ്റൊരു കാര്യം കൂടി ഉൾപ്പെടുത്തിയിട്ടുണ്ട്, ഇക്വേഷൻ ഓഫ് പ്രൊജക്ടൈൽ. എന്താണപ്പോൾ ഇക്വേഷൻ ഓഫ് പ്രൊജക്ടൈൽ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് പറഞ്ഞു തരട്ടെ. അതായത് ചിലപ്പോൾ പ്രൂവ് ദ പാത്ത് ഓഫ് ദ പ്രൊജക്ടൈൽ ഈസ് പാരബോളിക്. പ്രൂവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ അപ്പോൾ ഡിറൈവ് ചെയ്യേണ്ടത് ഇക്വേഷൻ ഓഫ് പ്രൊജക്ടൈൽ ആണ്. പ്രൂവ് ദ പാത്ത് ഓഫ് ദ പ്രൊജക്ടൈൽ ഈസ് പ്രൊജക്ടൈൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ കണ്ണുമടച്ച് നിങ്ങൾ പ്രൂവ് ചെയ്തോ, അതാണ് ഇക്വേഷൻ ഓഫ് പ്രൊജക്ടൈൽ എന്ന് പറയുന്നത്. റൈറ്റ്, 3 മാർക്കാണ് ചോദിക്കുക ഇക്വേഷൻ ഓഫ് പ്രൊജക്ടൈൽ. ബാക്കിയുള്ള ഡെറിവേഷൻസിനൊക്കെ 2 or 3 മാർക്കിൽ ചോദിക്കാം, അത് ഫ്ലക്ച്വേറ്റിംഗ് ആണ്. സോ നിങ്ങൾ കൃത്യമായി തന്നെ പഠിച്ചു കഴിഞ്ഞാൽ ഇതിനകത്തുള്ള മുഴുവൻ മാർക്കും അടിച്ചെടുക്കാൻ സാധിക്കും. ഇതിന് പുറമെ നമ്മുടെ ഈ കഴിഞ്ഞ ക്രിസ്മസ് എക്സാമിന് ഏത് ചോദ്യമായിരുന്നു ചോദിച്ച മറ്റൊരു പ്രധാനപ്പെട്ട ഡെറിവേഷൻ സെൻട്രിപിറ്റൽ ആക്സലറേഷൻ ആണ്. സോ ഈ പറയുന്ന ചോദ്യ പേപ്പറിൽ ഞാൻ ആദ്യം പ്രയോറിറ്റി കൊടുക്കുന്നത് ലീനിയർ വെലോസിറ്റിയും ആംഗുലർ വെലോസിറ്റിയും തമ്മിലുള്ള റിലേഷനാണ്. 2 മാർക്കിന് ഇത് ചോദിക്കാൻ പോസിബിൾ, 2 മാർക്കിൻ്റെ കാറ്റഗറിയിലാണ് കേട്ടോ. 2 മാർക്കിൻ്റെ കാറ്റഗറിയിൽ ഇത് ചോദിക്കാൻ ഒരു പോസിബിലിറ്റി ഞാൻ കാണുന്നുണ്ട്. സിമിലർ വേ ന്യൂമറിക്കൽസ് ഉണ്ടല്ലോ, ഇവിടെ കുറച്ച് ന്യൂമറിക്കൽസ് ചോദിക്കാം. ഏതൊക്കെയാ അറിയോ ന്യൂമറിക്കൽസ്? നമുക്കറിയാം ഇൻസെക്റ്റിൻ്റെ ഒരു ന്യൂമറിക്കൽ ഉണ്ട്, ഇൻസെക്റ്റ് കറങ്ങുന്ന ഒരു ന്യൂമറിക്കൽ ഉണ്ട്. ഒരു സ്ട്രിങ് ഇങ്ങനെ കറക്കുന്ന ഒരു കല്ലിങ്ങനെ സ്റ്റോൺ ഇങ്ങനെ സ്ട്രിങ്ങിൽ കെട്ടി ഇങ്ങനെ കറക്കുന്നൊരു ന്യൂമറിക്കൽ ഉണ്ട്. ഏറ്റവും അവസാനം 2 ന്യൂമറിക്കൽ. റൈറ്റ്, യൂണിഫോം സർക്കുലർ മോഷൻ ഓറിയന്റഡ് ആയത്. അത് ചോദിക്കാൻ വലിയ പോസിബിലിറ്റി ഉണ്ട്. അത് കൃത്യമായി തന്നെ പഠിച്ചു വയ്ക്കാം. അടുത്ത ബാങ്ക്ഡ് റോഡ്. ഞാൻ ഉറപ്പ് പറയുന്നു മക്കളെ, 100% ഉറപ്പ് പറയുന്നു, ബാങ്ക്ഡ് റോഡിൽ നിന്ന് ചോദ്യമുണ്ട്. 100% ഞാൻ ഉറപ്പ് പറയുന്നു, ബാങ്ക്ഡ് റോഡ് ഓറിയന്റഡ് ആയൊരു ക്വസ്റ്റ്യൻ നിങ്ങളുടെ ചോദ്യ പേപ്പർ ഉണ്ട്. അത്രത്തോളം പ്രധാനപ്പെട്ടതാണ് ബാങ്ക്ഡ് റോഡ്. ഏറ്റവും ചുരുങ്ങിയത്, ഏറ്റവും ലീസ്റ്റ് 4 മാർക്കിനാണ് ഈ ഡെറിവേഷൻ ചോദിക്കുക. 4 മാർക്കിനാണ് ഏറ്റവും ചുരുങ്ങിയത് ബാങ്ക്ഡ് റോഡ് ചോദിക്കുക. 4 മാർക്ക് അടിച്ചെടുക്കാനുള്ള ഓപ്പർച്യൂണിറ്റിയാണ്. പഠിച്ചു വെക്കണം, മുഴുവൻ മക്കളും പഠിച്ചെടുത്തിരിക്കണം. റൈറ്റ്, അടുത്ത നെക്സ്റ്റ് വൺ, പ്രൂവ് ദ ലോ ഓഫ് കൺസർവേഷൻ ഓഫ് ഫ്രീലി ഫാളിംഗ് ബോഡി. അപ്പോൾ നമുക്ക് ഞാൻ ഇതിനകത്ത് ലോസ് ഓഫ് മോഷനിൽ ബാങ്കിങ് ഓഫ് റോഡ് മാത്രമേ കൊടുത്തിട്ടുള്ളൂ. ബാങ്കിങ് ഓഫ് റോഡിൽ ഒതുങ്ങുന്നതല്ല ലോസ് ഓഫ് മോഷൻ എന്ന കാര്യം നിങ്ങൾക്ക് എന്നേക്കാളും ബോധ്യമുണ്ട്. സോ അതിനകത്ത് വേറെയും കുറേ ടോപ്പിക്കുകളുണ്ട്, എല്ലാം പഠിക്കേണ്ടതാണ്. ഒരു സംശയവും നിങ്ങൾക്ക് അതിനകത്ത് വേണ്ട. ബട്ട് you have to give maximum priority or first priority for banked road. Right, okay. Friction ഒക്കെ നിങ്ങൾ എന്തായാലും പഠിച്ചിരിക്കണം. അടുത്ത വർക്ക് എനർജി ആൻഡ് പവർ. ടൈപ്സ് ഓഫ് വർക്ക് ഒക്കെ 1 മാർക്ക് 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ. ഞാൻ അതൊന്നും അല്ല കാറ്റഗറൈസ് ചെയ്യുന്നത്, ഞാൻ കുറച്ചുകൂടി വെയിറ്റേജ് കൂടിയ ചോദ്യങ്ങളാണ്. സോ പ്രൂവ് ദ ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജി ഓഫ് ഫ്രീലി ഫാളിംഗ് ബോഡി ഉറപ്പായും ഒരു 3 മാർക്കിൻ്റെ ചോദ്യമാണ്. 3 മാർക്കിൻ്റെ ചോദ്യം, ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജി ഫോർ ഫ്രീലി ഫാളിംഗ് ബോഡി, 3 മാർക്കിൻ്റെ ചോദ്യം. അതിൻ്റെ കൂടെ തന്നെ അതിൻ്റെ ഗ്രാഫ് കൂടി പഠിച്ചു വെച്ചോട്ടെ. ഗ്രാഫ് കൂടി വരയ്ക്കാൻ വേണ്ടി ചോദിക്കാറുണ്ട്, അതും കൃത്യമായി പഠിച്ചു വെച്ചോ. സോ ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജി ഫോർ എ ഫ്രീലി ഫാളിംഗ് ബോഡി മനസ്സിൽ ഉറപ്പിച്ചോ, ഈ ചോദ്യം ചോദിക്കും, പ്രധാനപ്പെട്ടതാണ്. വെരി 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 ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ. റൈറ്റ്, അടുത്തതിലോട്ട് കടന്നാലോ? വാടാ മക്കളെ, അടുത്ത ക്വസ്റ്റ്യൻ, ലോ ഓഫ് കൺസർവേഷൻ ഓഫ് ആംഗുലർ മൊമെന്റം. ലോ ഓഫ് കൺസർവേഷൻ ഓഫ് ആംഗുലർ മൊമെന്റം എന്ന് പറഞ്ഞു വെച്ചാൽ നമ്മുടെ സ്വന്തം സിസ്റ്റം ഓഫ് പാർട്ടിക്കിൾസ് ഓറിയന്റഡ് ആയ ഒരു ക്വസ്റ്റൻ ആണ്, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നതാണ്. സോ ലോ ഓഫ് കൺസർവേഷൻ ഓഫ് ആംഗുലർ മൊമെന്റം ഓറിയന്റഡ് ആയിട്ട് മെയിൻലി തരാറുള്ള ചോദ്യം ഇങ്ങനെ കറങ്ങുന്നു, അത്തരമൊരു ചോദ്യം. സർക്കസ് ഗേളിന്റെ ഡാൻസ് ലൈക്ക് അങ്ങനെ ഇങ്ങനെ വേറെ സാധനമുണ്ട്, ഇങ്ങനെ കറങ്ങുന്നൊരു സാധനമുണ്ട് സർക്കസിൽ, ലൈക്ക് അങ്ങനത്തെ ചോദ്യങ്ങളൊക്കെ പരീക്ഷകൾ ചോദിക്കാറ്. ലോ ഓഫ് കൺസർവേഷൻ ഓഫ് ആംഗുലർ മൊമെന്റം അത് പ്രൂവ് ചെയ്യാൻ ചോദിക്കാറുണ്ട്. അതിനുശേഷം ഫസ്റ്റ് പ്രയോറിറ്റി അടുത്തത് ടോർക്ക്. ടോർക്ക് പഠിക്കണം അവനെ, ടോർക്ക് പഠിക്കണം. ടോർക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. ടോർക്കിനെ എഫക്റ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സ് എന്തൊക്കെയാണ്? ടോർക്ക് ഓറിയന്റഡ് ആയ ന്യൂമറിക്കൽ ചോദിക്കും. യെസ്, ന്യൂമറിക്കൽസ് ചോദിക്കും. ടോർക്ക് ഓറിയന്റഡ് ആയ ന്യൂമറിക്കൽ ക്രോസ് പ്രൊഡക്റ്റ് ചോദിക്കാറുണ്ട് കേട്ടോ, ഇമ്പോർട്ടൻ്റ് ആണ്. അടുത്തത് നമ്മുടെ സ്വന്തം ഗ്രാവിറ്റേഷനിലോട്ട് കടന്നിരിക്കുന്നു. ഗ്രാവിറ്റേഷനിൽ ക്രിസ്മസ് എക്സാമിന് ഐ തിങ്ക് ഓൾട്ടിറ്റ്യൂഡാണ് ചോദിച്ചത്. സോ അത് തന്നെ വീണ്ടും ചോദിക്കാൻ ഒരു പോസിബിലിറ്റി ഉണ്ട്, അല്ലെങ്കിൽ ഡെപ്ത് ചോദിക്കാം. ഇത് ഒട്ടും ഒഴിവാക്കാൻ സാധിക്കാത്ത 2 ഡെറിവേഷൻസ് ആണ് ഗ്രാവിറ്റേഷനിൽ നിന്ന്. ഇതർ ഡെപ്ത് ഓർ ഓൾട്ടിറ്റ്യൂഡ് ഉറപ്പായും പരീക്ഷകളിൽ ചോദിക്കുന്നതാണ്. അതല്ലെങ്കിൽ എൻ്റെ മനസ്സ് പറയുന്നു ഇവരെ ചോദിക്കണം. അവന്മാർ 2 പേരും ചോദിച്ചില്ലെങ്കിൽ അടുത്ത ഫസ്റ്റ് പ്രയോറിറ്റി കൊടുക്കേണ്ടത് എസ്കേപ്പ് സ്പീഡ് തന്നെയാണ്. ഉറപ്പായും എക്സ്കേപ്പ് സ്പീഡിൻ്റെ വാല്യൂസ് അറിയണം. അഥവാ എർത്തിലുള്ള എസ്കേപ്പ് സ്പീഡ് എത്രയാണ്, മൂണിലുള്ള എസ്കേപ്പ് സ്പീഡ് എത്രയാണ് എന്ന കാര്യം കൂടി പരീക്ഷകൾ ചോദിക്കാറുണ്ട്. വളരെ 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 ഇമ്പോർട്ടൻ്റ് ആണ്, പഠിക്കേണ്ടതാണ്. അത്രത്തോളം തന്നെ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ട ഒരു ചോദ്യമാണിതെന്ന് പറയുന്നത് കേട്ടോ. അടുത്ത കെപ്ലേഴ്സ് ലോ. കെപ്ലേഴ്സ് ലോ അത്ര വലിയ ചോദ്യമാണെന്ന് ചോദിച്ചാൽ അല്ല.
അത് ഏകദേശം ഒരു 2 മാർക്കൊക്കെയാണ് കെപ്ലേഴ്സ് ലോയ്ക്ക് മാക്സിമം പോസിബിൾ വെയിറ്റേജ് എന്ന് പറയുന്നത്. പക്ഷേ ഉറപ്പിച്ചോ മക്കളെ, ഉറപ്പിച്ചോ 3 കെപ്ലേഴ്സ് ലോ ഉണ്ട്. ആ 3 ഏതെങ്കിലും ഒന്ന് ചോദിക്കാൻ ഏറ്റവും കൂടുതൽ പോസിബിലിറ്റി ഉണ്ട്. നമ്മൾ യൂണിവേഴ്സൽ ഓഫ് ഗ്രാവിറ്റേഷൻ പഠിക്കുന്നില്ലേ, അതേ പ്രയോറിറ്റി കൊടുത്ത് നിങ്ങൾ പഠിക്കേണ്ടതാണ് കെപ്ലേഴ്സ് ലോ. പലരും യൂണിവേഴ്സൽ ഓഫ് ഗ്രാവിറ്റേഷൻ എല്ലാവർക്കും അറിയാം, ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി എല്ലാം നിങ്ങൾക്കറിയാം. പക്ഷെ നിങ്ങളിൽ പലരും കെപ്ലേഴ്സ് ലോ കോൺസെൻട്രേറ്റ് ചെയ്യാറില്ല. അത് തെറ്റാണ്. കെപ്ലേഴ്സിന്റെ 3 ലോസിനും ഈക്വൽ പ്രയോറിറ്റി നിങ്ങൾ കൊടുക്കണം. കെപ്ലേഴ്സിന്റെ 3 ലോസിനും ഈക്വൽ പ്രയോറിറ്റി കൊടുക്കണം. ഒരു കോംപ്രമൈസും അതിനകത്തില്ല. റൈറ്റ്. ഈ ചാപ്റ്ററിൽ ഇത് മാത്രമല്ല, ഓർബിറ്റൽ വെലോസിറ്റി ഉണ്ട്, ടൈം പീരീഡ് ഉണ്ട്, എനർജി ഉണ്ട്, ഇവയെല്ലാം ഉണ്ട്. ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിയുടെ ജസ്റ്റ് ജിയുടെ ഡെറിവേഷൻ ഉണ്ട്. ഇവയെല്ലാം നിങ്ങൾ പഠിക്കണം. ബട്ട് യു ഹാവ് ടു ഗീവ് ഫസ്റ്റ് പ്രയോറിറ്റി ടു ദീസ് ക്വസ്റ്റ്യൻസ്. റൈറ്റ്. അതൊന്നും പഠിക്കണ്ട എന്ന് ഞാൻ പറയുന്നില്ല. ഇത് പഠിച്ചിട്ട് അത് പഠിക്കും, എല്ലാം പഠിക്കണം. റൈറ്റ്. ഫസ്റ്റ് പ്രയോറിറ്റി ഈ ചോദ്യങ്ങൾക്കാണ് കൊടുക്കണം കേട്ടോ. അടുത്തത് ഫ്ലൂയിഡ്സിനകത്ത് എൻ്റെ മനസ്സ് വീണ്ടും 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 ആവർത്തിച്ചു പറയുന്നു. എൻ്റെ മനസ്സ് പറയുന്നത് നിങ്ങളൊന്ന് കേൾക്കണടാ. ബെർണോളിസ് 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 അതാണ് പറയുന്നത്. ബെർണോളിസ് മാത്രമല്ല, ഒരു കാപ്പിലറി റൈസിന് കൂടി നിങ്ങളൊരു ഇമ്പോർട്ടൻസ് കൊടുക്കണേ. കാപ്പിലറി റൈസ്. ടെർമിനൽ വെലോസിറ്റി ഒക്കെ ടെർമിനൽ വെലോസിറ്റി ഉൾപ്പെടുത്തിയിട്ടുണ്ടോ? ഇല്ല. ടെർമിനൽ വെലോസിറ്റി ഒക്കെ പഠിക്കാൻ ഉറപ്പായും കാപ്പിലറി റൈസ്, ബെർണോളിസ്, ഇതാണ് ഫസ്റ്റ് പ്രയോറിറ്റി. ടെർമിനൽ വെലോസിറ്റി ഉണ്ട്, പാസ്കൽസ് ലോ ഉണ്ട്, എല്ലാം നിങ്ങൾ പഠിച്ചിരിക്കണം, ഒരു സംശയവും നിങ്ങൾക്ക് വേണ്ട. ബട്ട് ദ ഫസ്റ്റ് 2 പ്രയോറിറ്റീസ് ആർ ബെർണോളിസ്, കാപ്പിലറി റൈസ്. ഇതിനുശേഷം ഇക്വേഷൻ ഓഫ് കണ്ടിന്യൂറ്റി കൊടുത്തോ, ഇതിനുശേഷം ടെർമിനൽ വെലോസിറ്റി കൊടുത്തോ, ഇതൊന്നും കൊടുക്കണ്ട എന്നല്ല, ഇതെല്ലാം പഠിക്കണം. ബട്ട് യു ഹാവ് ടു ഗിവ് ഫസ്റ്റ് പ്രയോറിറ്റി ആൻഡ് ഇനീഷ്യൽ അറ്റൻഷൻ ടു ദീസ് 2 ക്വസ്റ്റ്യൻസ്. റൈറ്റ്. മുന്നോട്ട് പോവാം. അടുത്തത് അനോമലസ് ബിഹേവിയർ ഓഫ് വാട്ടർ. നമ്മുടെ സ്വന്തം തെർമൽ പ്രോപ്പർട്ടീസ് ഓറിയൻറ്റഡ് ആണ്. അനോമലസ് ബിഹേവിയർ ഓഫ് വാട്ടർ എന്ന് പറഞ്ഞാൽ അവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഗ്രാഫ് പഠിക്കണം. ആ 4 ഡിഗ്രി സെൽഷ്യസ് മാർക്ക് ചെയ്യുന്ന തരത്തിലൊരു ഗ്രാഫ് ഉണ്ട്, ആ ഗ്രാഫ് പഠിക്കണം. അതുപോലെ തന്നെ എന്തുകൊണ്ടാണ് വാട്ടർ ബോഡീസ് മുകളിൽ നിന്ന് ഫ്രീസ് ചെയ്ത് താഴോട്ട് വരുന്നത് എന്ന കാര്യം ഒരു ചോദ്യമായി തന്നെ ചോദിക്കാം. അത് കൃത്യമായി തന്നെ നിങ്ങൾക്ക് എഴുതാൻ വേണ്ടി സാധിക്കണം. റൈറ്റ്. ചിലപ്പോൾ ഈ 4 ഡിഗ്രി സെൽഷ്യസ് ഒരു ചോദ്യമായിട്ട് ചോദിക്കാം, ജസ്റ്റ് 4 ഡിഗ്രി സെൽഷ്യസ് മാത്രം ഒരു ചോദ്യമായിട്ട് ചോദിക്കാം. ഏത് ടെമ്പറേച്ചറിലായിരിക്കും വാട്ടറിന് മാക്സിമം ഡെൻസിറ്റിയും മിനിമം വോള്യൂവും ഉള്ളത് എന്ന ചോദ്യം ജസ്റ്റ് ടെമ്പറേച്ചർ ഡാഷ് ഇട്ട് കാണിക്കാം. അപ്പോൾ 4 ഡിഗ്രി സെൽഷ്യസ് ഫില്ല് ചെയ്യുന്ന പോലെ കേട്ടോ. അടുത്ത ഡിഫറെൻറ്റ് മോഡ് ഓഫ് ഹീറ്റ് ട്രാൻസ്ഫർ. ഏറ്റവും പ്രധാനപ്പെട്ടതാണ് കണ്ടക്ഷൻ, കൺവെക്ഷൻ, റേഡിയേഷൻ. ഇവിടെ നിങ്ങൾക്ക് എല്ലാ പോസിബിൾ ലെവൽസും നിങ്ങൾക്ക് അറിയണം. അഥവാ കണ്ടക്ഷൻ ഓറിയൻറ്റ്, അതായത് 3 എണ്ണം ഉണ്ട്: കണ്ടക്ഷൻ, കൺവെക്ഷൻ, റേഡിയേഷൻ. ഇപ്പോൾ കണ്ടക്ഷൻ ഓറിയൻറ്റഡ് ആയിട്ട് പറയുവാണെങ്കിൽ തെർമൽ കണ്ടക്ടിവിറ്റി, അതുപോലെ തന്നെ കണ്ടക്ഷൻ്റെ പ്രോപ്പർട്ടീസ് എന്തൊക്കെയാണ് എന്ന കാര്യം കൃത്യമായി തന്നെ അറിയാം. തെർമൽ കണ്ടക്ടിവിറ്റിയുടെ യൂണിറ്റ് ഒക്കെ നിങ്ങൾക്ക് അറിയണം. റൈറ്റ്. അടുത്ത് കൺവെക്ഷൻ ഓറിയൻറ്റഡ് ആയിട്ട് പറയുവാണെങ്കിൽ നിങ്ങൾക്ക് സീ ബ്രീസ് ഒക്കെ അറിയാം. സീ ബ്രീസ്, ലാൻഡ് ബ്രീസ്, ഇതൊക്കെ ഈ ഒരു കാറ്റഗറിയിൽ പെടുന്നതാണ്. ഓക്കെ. റേഡിയേഷൻ ഓറിയൻറ്റഡ് ആയിട്ട് വരുമ്പോൾ നിങ്ങൾക്ക് ഈ പറയുന്ന പല ബ്ലാക്ക് കളേഴ്സ് ഓറിയൻറ്റഡ് ആയത്, ബ്ലാക്ക് കളർ ഓറിയൻറ്റഡ് ആയത്, ഇറ്റ് ഈസ് ദ ഫാസ്റ്റസ്റ്റ്, അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. ഇതെല്ലാം നിങ്ങൾക്ക് അറിഞ്ഞിരിക്കണം, എല്ലാം നിങ്ങൾ പഠിച്ചിരിക്കണം. വെരി 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 ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ്. റൈറ്റ്. സെറ്റല്ലേ? അടിപൊളിയായിട്ട് മനസ്സിലായില്ലേ? നമ്മൾ ആക്ച്വലി ഇതിന് ശേഷം തെർമോഡൈനാമിക്സ് ആണ് ഇട്ടിരിക്കുന്നത്. പക്ഷേ നിങ്ങൾ കുറച്ചുകൂടി ശ്രദ്ധ കൊടുക്കേണ്ടത് ഫേസ് ചേഞ്ച് ഉണ്ട് കേട്ടോ. ഫേസ് ചേഞ്ച് കൂടി ഇതിൻ്റെ കൂടെ ഒന്ന് പഠിച്ചു വെച്ചോ. ഫേസ് ചേഞ്ച് എന്തായാലും ഇന്ന് പഠിപ്പിക്കും, എന്നാലും പഠിച്ചു വെച്ചോ. ഫേസ് ചേഞ്ച് ഓറിയൻറ്റഡ് ആയ ക്വസ്റ്റ്യൻസിന് ഊന്നൽ കൊടുക്കണം കേട്ടോ. അടുത്ത വർക്ക് ഡൺ ബൈ ഐസോതെർമൽ ആൻഡ് അഡയാബാറ്റിക് പ്രോസസ്. ഉറപ്പിച്ചോ മക്കളെ, എൻ്റെ മനസ്സ് പറയുന്നു ഐസോതെർമൽ തന്നെ ചോദിക്കും. മോഡൽ ആയതുകൊണ്ട് ചിലപ്പോൾ കുഴപ്പിക്കാൻ വേണ്ടി അഡയാബാറ്റിക് ചോദിക്കാം. ഇവ രണ്ടിലും ഏറ്റവും കൂടുതൽ പ്രയോറിറ്റി ഐസോതെർമലിന് കൊടുക്കുക. അഡയാബാറ്റിക് ചോദിച്ചാലും എഴുതാനേടാ. അഡയാബാറ്റിക് ചോദിച്ചാൽ അയ്യോ പാളിപ്പോയി എന്നൊന്നും വിചാരിക്കരുത്, എഴുതും, അടിച്ചെടുക്കണം. അഡയാബാറ്റിക് അറിയില്ലെങ്കിൽ പഠിപ്പിച്ചാൽ ഇന്ന് അണ്ണൻ അഡയാബാറ്റിക് എടുക്കും. ഇന്നത്തെ 100ൽ അഡയാബാറ്റിക് ഉണ്ട്. ഇന്നത്തെ 100ൽ അഡയാബാറ്റിക് ഞാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. 3 മാർക്കിൻ്റെ അഡയാബാറ്റിക് ഇന്നത്തെ 100 ചോദ്യങ്ങളിൽ ഞാൻ തെർമോഡൈനാമിക്സ് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പഠിക്കണം പഠിക്കണം പഠിക്കണം, പഠിപ്പിച്ചു തന്നിരിക്കും. റൈറ്റ്. അടുത്ത് കാർനോട്ട് എഞ്ചിൻ. ഞാൻ ഉറപ്പ് പറയണ കാർനോട്ട് എഞ്ചിൻ ചോദിക്കോടാ. കാർനോട്ട് എഞ്ചിൽ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് ഗ്രാഫിന് തന്നെയാണ്. ഈ ഗ്രാഫ് ചോദിക്കോടാ. ഗ്രാഫ്. അതുപോലെ തന്നെ കൺസ്ട്രക്ഷനും വർക്കിങ്ങും ഗ്രാഫും ചോദിക്കാറുണ്ട്. എഫിഷ്യൻസി ചിലപ്പോഴൊക്കെ ചോദിക്കാറുണ്ട് കേട്ടോ. കാർനോട്ട് എഞ്ചിന് ഏറ്റവും പ്രധാനപ്പെട്ടതാണ്, പഠിക്കേണ്ടതാണ്, ഉശിരോടെ പഠിക്കുക. എഫിഷ്യൻസി അല്ലെങ്കിൽ അത് ഓറിയൻറ്റഡ് ന്യൂമറിക്കൽ ഉണ്ടല്ലോ, ലൈക്ക് സ്റ്റീം പോയിന്റ്, ഐസ് പോയിന്റ് എന്നൊക്കെ പണ്ട് ന്യൂമറിക്കൽ. സ്റ്റീം പോയിന്റ്, ഐസ് പോയിന്റിൻ്റെ ഇടയിൽ ഒരു കാർനോട്ട് എഞ്ചിൻ വർക്ക് ചെയ്യാണ്, എഫിഷ്യൻസി കണ്ടുപിടിക്കാം. സോ 1 - T2/T1 ഇങ്ങനൊരു ഇക്വേഷൻ ഉണ്ടല്ലോ, പഠിക്കാം. നിസ്സാരം. അടുത്ത ഓസിലേഷൻ.
സിമ്പിൾ പെൻഡുലം ഉറപ്പാണ്. നാളത്തെ ചോദ്യ പേപ്പറിലല്ലേ സിമ്പിൾ പെൻഡുലം എത്രാമത്തെ കാറ്റഗറി ആണെന്നറിയില്ല. ഐ തിങ്ക് ഒരു 3 മാർക്കിന് എന്തായാലും സിമ്പിൾ പെൻഡുലം ഉണ്ട് കേട്ടോ, 100%. 3 മാർക്കിന്റെ ക്വസ്റ്റ്യൻ കാറ്റഗറിയിൽ സിമ്പിൾ പെൻഡുലം ഉണ്ട്. 4 മാർക്കിന് ചിലപ്പോൾ ഒരു ഓപ്ഷൻ കൂടി ഇട്ടിട്ട് 4 മാർക്കിന് ചോദിക്കാം. 3 മാർക്കിൻ്റെ എന്തായാലും സിമ്പിൾ പെൻഡുലം ഉണ്ട് കേട്ടോ. ഓവർ കോൺഫിഡൻസ് ആണെന്ന് വിചാരിക്കരുത്, ഉണ്ടാവൂടെ, ഉറപ്പാണ്. ആ ചാപ്റ്ററിന് ഏറ്റവും പോസിബിലിറ്റി കൊടുക്കുന്നത് സിമ്പിൾ പെൻഡുലത്തിൻ്റെ ഡെറിവേഷനാണ്. പെൻഡുലം അല്ലെങ്കിൽ പിന്നെ അടുത്തത് സ്പ്രിങ് ആണ്. പെൻഡുലം ഓർ സ്പ്രിങ്, ഇതാണ് അതിൻ്റെ ലെവൽ എന്ന് പറയുന്നത്. ഫസ്റ്റ് പ്രയോറിറ്റി സിമ്പിൾ പെൻഡുലം തന്നെയാണ്, ഒരു തർക്കമില്ലാത്ത കാര്യമാണ്. അതിൻ്റെ ടൈം പീരീഡ് ഓറൽസ് സ്പ്രിങ്ങിൻ്റെ ടൈം പീരീഡ് രണ്ടും കൃത്യമായി പഠിച്ചു വയ്ക്കുക, അന്തസ്സായിട്ട് മനസ്സിലാക്കി വയ്ക്കുക. വേറെ എന്ത് വേണം മോനെ ദിനേശ്, അത് മതിയടാ തങ്കമേ. അടുത്തത് നെക്സ്റ്റ് വൺ, വേവ്സ്. വേവ്സിനകത്ത് 2 പോസിബിലിറ്റിയാണ് ഞാൻ കാണുന്നത്, 2 ശരിക്കും 3 പോസിബിലിറ്റി ഉണ്ട്. സോ ആദ്യത്തെ പോസിബിലിറ്റി എന്ന് പറഞ്ഞാൽ ക്ലോസ്ഡ് പൈപ്പ്. ക്ലോസ്ഡ് പൈപ്പിന് ഒരു പോസിബിലിറ്റി ഉണ്ട്. ക്ലോസ്ഡ് പൈപ്പിൻ്റെ ഡെറിവേഷൻ എന്തായാലും ചോദിക്കാം 1:3 ഓറിയൻറ്റഡ് ആയത്, അല്ലെങ്കിൽ ഓപ്പൺ പൈപ്പ്. ക്ലോസ്ഡ് പൈപ്പ്, ഓപ്പൺ പൈപ്പ്. സോ ഏറ്റവും കൂടുതൽ പോസിബിലിറ്റി ക്ലോസ്ഡ് പൈപ്പിനാണ്, കാരണം കഴിഞ്ഞ എല്ലാ ബോർഡ് എക്സാമിനും മെയിൻലി ചോദിച്ചിരിക്കുന്നത് ക്ലോസ്ഡ് പൈപ്പ് തന്നെയാണ്. ഓർ എൽസ് ഇതെന്തായാലും ചോദിക്കാൻ മറ്റൊരു പോസിബിലിറ്റി ഉള്ളതാണ്, നമ്മുടെ സ്വന്തം സ്ട്രെച്ചഡ് സ്ട്രിങ് ഓറിയൻറ്റഡ് ആയ ഡെറിവേഷൻ. ഇതും പരീക്ഷകൾ ചോദിക്കാറുണ്ട്, അന്തസ്സായിട്ട് പഠിച്ചു വയ്ക്കുക, മനസ്സിലാക്കി പഠിച്ചു വയ്ക്കുക. വെരി 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 ഇമ്പോർട്ടൻ്റ് ആയി. ദാറ്റ്സ് ഇറ്റ്. ഇത്രയും ചോദ്യങ്ങളാണ് മക്കളെ ഫസ്റ്റ് പ്രയോറിറ്റി കൊടുക്കണം. ഇത് മാത്രം പഠിച്ചിട്ട് പോയിട്ട് കാര്യമുണ്ടോ സാറേ, ഇത് മാത്രം ഞാനെന്ന തുണ്ട് പേപ്പറിൽ എഴുതിയിട്ട് പോകാം സാറേ എനിക്ക് പാസ് മാർക്ക് കിട്ടും, അങ്ങനെയൊന്നും ഞാൻ അഷ്യൂർ ചെയ്യുന്നില്ല. മറിച്ച് ഈ ചോദ്യങ്ങൾക്ക് ഫസ്റ്റ് പ്രയോറിറ്റി കൊടുക്കുക. ഈ 20 ചോദ്യങ്ങൾ പഠിച്ചതിന് ശേഷം മാത്രം ബാക്കിയുള്ള ചോദ്യങ്ങൾ നിങ്ങൾ പഠിക്കുക. ഇതിൻ്റെയൊക്കെ ഉത്തരം എവിടെ കിട്ടുമെന്നല്ലേ സംശയം. ഉത്തരം മറ്റെവിടെയും നിങ്ങൾ തിരഞ്ഞു പോണ്ട. ഇന്നത്തെ 100 മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസിൽ എൻ്റെ അനിയന്മാരും അനിയത്തിമാരും വന്നാൽ മതി, നിങ്ങൾക്കുള്ള മുഴുവൻ ഉത്തരങ്ങളും മുഴുവൻ കാര്യങ്ങളും നമ്മൾ ഇന്ന് സെറ്റാക്കിയിരിക്കും. പിന്നെ ഒരേ ഒരു കാര്യമേ നിങ്ങളോട് റിമൈൻഡ് ചെയ്യാനുള്ളൂ, 100 മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് പഠിക്കുന്ന സമയത്ത് സാറേ നെറ്റ് തീർന്നു പോയി, ഡാറ്റ തീർന്നു പോയി എന്നൊന്നും പറയരുത്. ഇന്ന് നമുക്ക് സ്ലീപ്ലെസ് നൈറ്റ് ആണ്, ഓവർ നൈറ്റ് എത്ര തന്നെ വൈകിയാലും. +2 നമ്മൾ 7 മണിക്കൂറായിരുന്നു ലൈവ് അടിച്ചത്, അഥവാ 7 മണി മുതൽ പുലർച്ചെ 2 മണി വരെ ആയിരുന്നു ഐ തിങ്ക് സോ ലൈവ് വന്നത്. സോ അത്ര തന്നെ, അല്ലെങ്കിൽ അതിന് മുകളിൽ നിങ്ങൾക്ക് ലൈവ് ഡ്യൂറേഷൻ പോകാൻ സാധ്യതയുണ്ട്. സോ അതിനാൽ തന്നെ പ്രിപ്പയർ ആയിട്ട് വരിക. ലൈക്ക് ഇന്ന് ഞാൻ ഉറങ്ങുന്നില്ല, ഇന്ന് ഞാൻ ഇത് മുഴുവൻ പഠിച്ചിട്ടേ കിടന്നുറങ്ങത്തുള്ളൂ എന്ന മെൻറ്റാലിറ്റിയിൽ വരിക. സിമിലർ ഡാറ്റ, ഇൻ്റർനെറ്റിൻ്റെ കാര്യത്തിൽ വലിയ വിട്ടുവീഴ്ചയൊന്നും ചെയ്യരുത്. ഒരു കൂടുതൽ പൈസക്കെങ്കിലും ഡാറ്റ റീചാർജ് ചെയ്ത് വെച്ചാൽ മുഴുവൻ കണ്ട് തീർത്തിട്ട് കിടന്നാൽ മതി. റൈറ്റ്. സോ ഗൈസ് 100 മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ക്ലിഞ്ചർ ആക്കാം, ഡബിൾ ക്ലിഞ്ചർ ആക്കാം. കാണണടാ. ബൈ. ടാറ്റ.